ഹലോ മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. റെഡിയൊക്കെ ആയിട്ട് എവിടെ പോകാമെന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? ആക്ച്വലി ഇതൊരു പഴയ വ്ളോഗാട്ടോ. ആൻഡ് ഞാൻ ഇന്ന് പെരുന്നാളുടെ കുറച്ച് ഷോപ്പിംഗ് ആയിട്ട് ഇറങ്ങണം. അപ്പോൾ ഞങ്ങൾ ആദ്യം വണ്ടിക്ക് എടുത്തു ഇറങ്ങി. എവിടെ പോകണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പെരുന്നാളുടെ ആ ഒരു നോമ്പിൻ്റെ സമയത്ത് എല്ലാ ദിവസവും ഒന്നെങ്കിൽ ചായ കുടിക്കാൻ അങ്ങനെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ആദ്യം നമ്മൾ വന്നേക്കുന്നത് ഇവിടുത്തെ ഒരു ഷോപ്പിലാട്ടോ. റോബി മാർട്ട് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ആക്ച്വലി ഫുഡ് ഐറ്റംസ് അല്ലാതെ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ചൈനീസ് ഐറ്റംസ് ഒക്കെ ആണെന്ന് തോന്നുന്നു കൂടുതലും. അപ്പോൾ ചെറിയ ചെറിയ ജാർസ്, കിച്ചണിലോട്ട് വേണ്ട സാധനങ്ങൾ, അങ്ങനെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. മേക്കപ്പ്, സ്കിൻ കെയർ, ജേർണലിങ്ങിന് വേണ്ട സാധനങ്ങൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ സ്പെസിഫിക് ആയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. ആക്ച്വലി ഇവിടെ ഹാങ്ങേഴ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് ഹാങ്ങേഴ്സും പിന്നെ ഒരു 2-3 ജാർസും പിന്നെ പ്ലേറ്റിൻ്റെ കളക്ഷൻസ് ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സെറാമിക്കിൻ്റെ ഡിസൈൻസ് ഉള്ള ടൈപ്പും പ്ലേൻ, അങ്ങനത്തെ ഒക്കെ കുറേ പ്ലേറ്റ്സ്, ബൗള്, സ്പൂണ്, പിന്നെ ക്രോക്കറി സെറ്റ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ കണ്ടിട്ട് ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ചെറിയ വിലയ്ക്കുള്ളൂ. ഏകദേശം ഒരു നാട്ടിലെ ഒരു 50-60 രൂപയൊക്കെ ആയിരുന്നു ഒരു പ്ലേറ്റിനൊക്കെ വരുന്നത്. പക്ഷേ സൈസ് കുറച്ച് ചെറുതായിരുന്നു. നമുക്ക് യൂഷ്വലി കഴിക്കുന്ന പോലെ ചോറൊന്നും ഇട്ടതിൽ കഴിക്കാൻ പറ്റില്ല, കാരണം ചെറിയ പ്ലേറ്റാണ്. കറിയൊക്കെ സെർവ് ചെയ്യാനാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ഓപ്ഷൻ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ കപ്സ്, ചെറിയ ചെറിയ ബൗൾസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം, ചട്നിക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ചെറിയ ബൗൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇടയായിട്ടാട്ടോ ഈ സെറാമിക്കിന്റെ പ്ലേറ്റിനോടൊക്കെ ഭയങ്കര ഒരു താല്പര്യം തോന്നി തുടങ്ങിയത്. അപ്പം ഞാൻ നാട്ടിലിരുന്ന സമയത്തും ഇത് വാങ്ങണം എന്ന് വിചാരിച്ചു. ഞാൻ ആമസോണിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ആമസോണും ഫ്ലിപ്കാർട്ടും പോലത്തെ സൈറ്റ്സിലൊക്കെ 4-5 പ്ലേറ്റിനൊക്കെ 4000-5000 ആ റേഞ്ചൊക്കെ ആട്ടോ ഞാൻ കണ്ടത്. നിങ്ങളും ഇതുപോലെ സെറാമിക്കിൻ്റെ പ്ലേറ്റൊക്കെ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫ്ലൈൻ സ്റ്റോഴ്സിൽ നിന്നൊക്കെ മേടിക്കാറുണ്ടോ? അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. സ്കിൻ കെയർ, മേക്കപ്പ്, സ്റ്റേഷനറി ഐറ്റംസ്, പേന, പെൻസില്, അങ്ങനെയൊക്കെ കുറേ പിള്ളേർക്കൊക്കെ പറ്റിയ ഓപ്ഷൻസ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മുടെ റോബി മാർട്ടിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ വന്നേക്കുന്നത് ലുലു മോളിലാട്ടോ. ഇതാണ് സലാലയിലെ ലുലു മോൾ. ഇവിടെ പെർഫ്യൂമിനും ഡ്രസ്സിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. കാരണം പെരുന്നാളാകുമ്പോഴേക്കും ഇവിടെ ആക്ച്വലി എല്ലാ സ്റ്റോഴ്സിലും നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു പെർഫ്യൂം ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ആട്ടോ. ഇത് കാൽവിൻ ക്ലീനിന്റെ എറ്റർണിറ്റി മൂമെന്റ് എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ആട്ടോ. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ നമ്മൾ പെർഫ്യൂം ഷോപ്പ് ചെയ്തു, ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലോതിങ്ങിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ക്ലോതിങ് ഒന്നും അങ്ങനെ നോക്കിയില്ല, ബിക്കോസ് കുറേ ടൈം ആയിരുന്നു ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കിയതേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ടൊന്നും വാങ്ങിയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ലുലുവിലെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമ്മളിതാ ഇറങ്ങുവാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേയിലോട്ട് പോവാം. ഞാനിവിടെ കുറച്ച് ഗ്രോസറീസും കാര്യങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആക്ച്വലി ഓൺ എ ഡെയിലി ബേസിസ് യൂസ് ചെയ്യുന്നത് ഈ പെട്ടെന്ന് വേവുന്ന ടൈപ്പ് ഓഫ് അരിയാട്ടോ. ഇത് ഫോർച്യൂണിൻ്റെ ബസ്മതി റൈസ് ആണ്, പക്ഷേ ലോങ് ഗ്രെയിൻ അല്ല, നോർമൽ ഒരു ബസ്മതി റൈസ് ആണ്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ ഈസി ആയതുകൊണ്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. ചോറും നല്ല പരിപ്പ് കറിയും ചെമ്മീനൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ചെമ്മീനാണ് എടുത്തേക്കുന്നത്. ആൻഡ് ബേസിക് ആയിട്ടുള്ള സ്പൈസസ് മാത്രമേ ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുള്ളൂ. മഞ്ഞൾ, മുളക്, കുരുമുളക് പൊടി, അങ്ങനെയൊക്കെ. അധികം മസാലയൊന്നും ചേർക്കാറില്ല. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തു കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ മാരിനേഷനൊക്കെ കഴിഞ്ഞു. ഇനി ഇത് പയ്യെ മൂടി നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. എനിക്ക് ആക്ച്വലി ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം ആട്ടോ ചെമ്മീൻ. ഇനി നമുക്ക് കുറച്ച് പരിപ്പ് കറി ഉണ്ടാക്കാം. പരിപ്പ് കറിയും ചെമ്മീനും ഒരു ബാഡ് കോമ്പിനേഷൻ ആണ് ഗ്യാസുള്ളവർക്ക്, പക്ഷെ എനിക്കെന്തോ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ പരിപ്പ് കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. ഇവിടെ എന്നും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാട്ടോ പരിപ്പ്, ബിക്കോസ് ഉണ്ടാക്കാനും എളുപ്പമാണ്, അധികം ടൈമും എടുക്കില്ല, അധികം എഫേർട്ടും ഇല്ല. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡിയായി. നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത ചെമ്മീൻ. ചോറുണ്ടാണ് ആക്ച്വലി ഇനി വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല, ഈ ഒരു സാധനം മാത്രം മതി. എന്നാലും ഇവിടെ പരിപ്പ് കറി ഓൾമോസ്റ്റ് ആവാറായി. ഇനി അതിനെ താളിച്ച് കൂടി കഴിഞ്ഞപ്പോഴേക്കും ഫുള്ള് സെറ്റ്. അങ്ങനെ നമ്മുടെ പരിപ്പ് കറിയും ചോറും ചെമ്മീൻ റോസ്റ്റും ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോയാലോ.
ഇന്നത്തെ വീഡിയോയിൽ ഹൈലൈറ്റ് ആയിട്ടോ ഇത് ആക്ച്വലി നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ടക്കിൻ ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഊരി വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സംഭവം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ബെഡ്ഷീറ്റ് എല്ലാം ഒരു പോളിസ്റ്റർ മിക്സാണ്. അതായത് അത്ര സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല, പ്യുവർ കോട്ടൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് 4 ബെഡിൻ്റെ അറ്റത്തും ഈ സംഭവം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ ബെഡ്ഷീറ്റ് വിരിക്കുക. ആൻഡ് ബെഡ്ഷീറ്റ് വിരിച്ചതിന് ശേഷം ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും, അത് ജസ്റ്റ് മേളിൽ കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെക്കാനൊക്കെ അത്യാവശ്യം സിമ്പിളാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 വീക്സ് ആയി. ആൻഡ് സോ ഫാർ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ തന്നെ നിൽക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ ബെഡ്ഷീറ്റ് ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് ഇരുന്ന് എണീക്കുമ്പോഴേക്കും സൈഡിൽ നല്ല ഇത് പറഞ്ഞു വരാൻ തുടങ്ങും. എനിക്ക് അങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻ ആണ്. പക്ഷേ ഇത് വെച്ചതിന് ശേഷം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റിന് അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ്. അധികം വിലയില്ല, ഒരു 150-200 ആ ഒരു റേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെ കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ആക്ച്വലി നിങ്ങളോട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഞാൻ ആക്ച്വലി കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ വർഷമായി. പക്ഷേ എപ്പോഴും ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും കുറച്ച് നാൾ ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് സമയമൊക്കെ ഇട്ട് എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും ഓൺ എ ഡെയിലി ബേസിസ് ഒക്കെ ചെയ്ത് കുറേ നാൾ കഴിയുമ്പോഴേക്കും പയ്യെ ആ ഒരു എനർജിയൊക്കെ താഴാൻ തുടങ്ങും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, നിങ്ങൾ ഇതുപോലെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് കണ്ടിന്യൂ ചെയ്യുക. കാരണം എപ്പോഴാണ് നമ്മുടെ ടൈം വരിക, എപ്പോഴാണ് ഒരു കണ്ടന്റ് ക്ലിക്കാവുന്ന ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അതും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. അല്ലാതെ ഇന്ന കണ്ടന്റ് ക്ലിക്കായാലേ ഇനി അടുത്ത വീഡിയോ ഇടുള്ളൂ അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. ഇതാട്ടോ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങളോട് പറയാനുള്ള കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയ കുറച്ച് ഐറ്റംസ് ആട്ടോ ഇതൊരു ഞാൻ ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി വാങ്ങിയ ഒരു ഗ്ലാസിൻ്റെ ജാറാണ്. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിയ സെറാമിക്കിൻ്റെ പ്ലേറ്റ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്, ചോറൊക്കെ വേണമെങ്കിൽ ഇട്ട് കഴിക്കാം. സൈഡിലൊക്കെ നല്ല ഡിസൈനിങ്ങും പാറ്റേണൊക്കെ ആയിട്ട് നല്ലൊരു പ്ലേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ ലുലുന്ന് വാങ്ങിയ ഒരു പെർഫ്യൂമാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കാൽവിൻ ക്ലെയിനിൻ്റെ എറ്റേണിറ്റി മൂമെൻറ്റ് എന്ന് പറഞ്ഞൊരു പെർഫ്യൂമാണ് കേട്ടോ. ആക്ച്വലി ഇത് യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മളൊരു ഡ്രസ്സിൽ ഈ പെർഫ്യൂം അടിച്ചിട്ട് അത് ഒരു 1 വീക്ക് കഴിഞ്ഞാലും ആ ഒരു സ്മെല്ല് അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അത്രയും നല്ലൊരു ഫ്രേഗ്രൻസ് ആണ് ഇതിന്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ നിങ്ങളൊരു പെർഫ്യൂം ലവർ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഇത്ര ഐറ്റം മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ, ഒരുപാട് ഷോപ്പ് ചെയ്തില്ല. ലുലുലും പിന്നെ റോബി മാർട്ടിലും പോയിട്ട് വീട്ടിലോട്ടുള്ള സാധനം, പിന്നെ ഇങ്ങനത്തെ പെർഫ്യൂം, അതൊക്കെ. ഇനി ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇനി എടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗും ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ടും ഷെയർ ചെയ്യാം. ഇനി ഈ പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആട്ടോ പോകുന്നത്. ഇവിടുത്തെ ഒരു അത്യാവശ്യം നല്ലൊരു കെഫേ ആണ്, കേക്കും പേസ്ട്രീസ് ഒക്കെ കിട്ടും. Birthday to you, happy birthday dear Mia. celebration at Oka Boka. കേറുന്നുണ്ടോ? ആയി ആര് കരടി ചിരിപ്പിക്കോ നീ? ഓക്കെ. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ Your perfect destination for celebrating birthday, Oka Boka. ചിരിപ്പിക്കത്തില്ല, തീർക്കല്ലേ, വായ വെച്ച് കൊടുക്കാനാ പറഞ്ഞത്. സ്വന്തം ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ഈ അതുപോലെ ഇങ്ങനത്തെ വലിയ വലിയ സെറ്റപ്പിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വരും. ഇങ്ങനെ മാച്ച അല്ലെങ്കിൽ എല്ലാം കഴിയുമ്പോൾ അതും അയ്യോ ഇത് നോക്കിയാൽ പിള്ളേരെ പോലെ അടിക്കൂടി ഇതൊന്നും.